ഹലോ എവ്രിവൺ, എൻട്രി ലെവൽ കൊമേഴ്സിൻ്റെ പുതിയ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും. ക്യൂരിയോസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ടോപ്പിക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ ആണ്. GSTയിലെ ഏറ്റവും സിമ്പിൾ ടോപ്പിക് ആയിരിക്കും, പക്ഷേ ഒരു കൺഫ്യൂഷൻസ് എവിടെയൊക്കെ ഉണ്ടല്ലേ, അതൊന്ന് ക്ലിയർ ചെയ്യാം. കോമ്പോസിറ്റ് സപ്ലൈ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഗുഡ്സ് ഒരുമിച്ച് ചേർത്ത് സെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, രണ്ടോ അതിലധികമോ ഗുഡ്സ് ഒരുമിച്ച് ചേർത്ത് സെല്ല് ചെയ്യും, ഗുഡ്സ് മാത്രമേ പറ്റുള്ളൂ. അല്ല, ഗുഡ്സ് ആകാം, അത് സർവീസസ് ആകാം, അതുമല്ലെങ്കിൽ ഗുഡ്സും സർവീസസും ചേർന്ന കോമ്പിനേഷൻസും ആകാം. ഈ 3 കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗുഡ്സും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സർവീസസും ചേർത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല. നാച്ചുറലി ബണ്ടിലായിട്ട് വരുന്ന ഗുഡ്സ് മാത്രമേ നമുക്കിവിടെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. നാച്ചുറലി ബണ്ടിലായിട്ട് വരുന്ന ഗുഡ്സ് മാത്രം സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അവിടെ ഏത് GST റേറ്റ് എടുക്കണം എന്നുള്ളത്. കൺഫ്യൂഷൻസിന് തന്നെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കോമ്പോസിറ്റ് സപ്ലൈയിൽ ടാക്സ് ലയബിലിറ്റി വരുന്നത് ഏത് ഗുഡ്സിനാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് വരുന്ന ഗുഡ്സ് ഏതോ അല്ലെങ്കിൽ സർവീസസ് ഏതോ അതിനായിരിക്കും നമുക്കിവിടെ ടാക്സ് ലയബിലിറ്റി വരിക. അതല്ലാതെ സപ്പോർട്ടിങ് എലമെൻ്റ് ആയിട്ട് വരുന്ന ഗുഡ്സിനോ സർവീസസിനോ ഒന്നും നോക്കിവിടെ ടാക്സ് ലയബിലിറ്റി വരില്ല. ആ ലയബിലിറ്റി വരില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ റേറ്റ് നമ്മൾ എടുക്കാറുമില്ല. എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിൻ്റെ കൂടെ നിങ്ങൾ ചാർജർ കിട്ടില്ലേ, ഇവിടെ മൊബൈൽ ഫോണിൻ്റെയും ചാർജറിൻ്റെയും പ്രൈസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും മൊബൈൽ ഫോണിൻ്റെ വരുന്ന GST റേറ്റ് മാത്രമേ നമ്മളിവിടെ എടുക്കാറുള്ളൂ. ഇനി മിക്സഡ് സപ്ലൈ എന്താണ് എന്ന് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടോ അതിലധികമോ സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് സെല്ല് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടെ നാച്ചുറലി ബണ്ടിലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നാച്ചുറലി ബണ്ടിലല്ലാത്ത സാധനങ്ങളും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. നാച്ചുറലി ബണ്ടിലല്ലാത്ത ഒരു കോമ്പിനേഷൻസും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് സെല്ല് ചെയ്യുന്നതിനെയാണ് മിക്സഡ് സപ്ലൈ എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മിക്സഡ് സപ്ലൈക്ക് ഒരു പ്രാധാന്യം വരുന്നത് തന്നെ. ഇവിടെ ടാക്സ് ലയബിലിറ്റി എന്തിൻ്റെ ആയിരിക്കും എടുക്കുന്നത് എന്നൊരു തോട്ട് വരും. ഹൈ റേറ്റുള്ള ടാക്സ് ലയബിലിറ്റി ഏതാണോ അതിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. മിക്സഡ് സപ്ലൈക്ക് നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്താണെന്നല്ലേ, നമുക്കിപ്പം രണ്ടോ അതിലധികമോ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ആ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ആഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഹൈ റേറ്റുള്ള ടാക്സ് ലയബിലിറ്റി വരുന്നത് ഏതാണോ അതിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മളിവിടെ എടുക്കുക. അതാണ് നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ വിൽക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു സിംഗിൾ പ്രൈസിലായിരിക്കും നമ്മൾക്ക് വിൽക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒക്കെ വിൽക്കാം, പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്യുന്നില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മിക്സഡ് സപ്ലൈ എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കിനി അറിയാവുന്ന എക്സാമ്പിൾസ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. മിക്സഡ് സപ്ലൈ എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ എന്താണ് എന്ന് നമുക്ക് നോക്കാമല്ലോ. എവിടേക്കും നിങ്ങൾക്ക് കോമ്പോസിറ്റ് സപ്ലൈയിലും മിക്സഡ് സപ്ലൈയിലും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നു കാണുമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്